അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നത് മുതൽ അതിന്റെ എല്ലാ അപ്ഡേറ്റുകളും ഏറ്റവും ആദ്യം നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് എൻട്രി ആപ്പ്. അപ്പോൾ നമ്മൾ ഈ ഒരു നോട്ടിഫിക്കേഷന്റെ ലാസ്റ്റ് ഡേറ്റിന്റെ ഒരു റിമൈൻഡർ കൊലോടിയാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 26/2026 അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 1. അപ്പോൾ ലാസ്റ്റ് ഡേറ്റിലേക്ക് ഒരിക്കലും നിങ്ങൾ മാറ്റി വെക്കരുത്. ഒരുപക്ഷെ സൈറ്റ് ഹാങ് ആയാലോ അപ്ലൈ ചെയ്യാൻ കഴിയാത്ത ഒരു അവസരം നിങ്ങൾക്ക് വരും. അതുകൊണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കാൻ നിങ്ങൾ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ ലൈസൻസ് ഇഷ്യൂ ചെയ്ത് കിട്ടാനുള്ള ആളുകളൊക്കെ ഇനിയും ബാക്കിയുള്ള ആളുകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതിൻ്റെ പ്രോസസ്സുകൾ സ്പീഡപ്പ് ചെയ്യുക. അതായത് ഇനിയൊരു ലൈസൻസ് എടുക്കാനുള്ള സമയം, ഇനി ആരെങ്കിലും വീണ്ടും ഈ ഒരു ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് അതിനുള്ള സമയമില്ല. എന്നാൽ നേരത്തെ അപ്ലൈ ചെയ്ത് ആ ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാനുള്ള കാലതാമസമാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് നിങ്ങൾ RT ഓഫീസിലൊക്കെ ചെന്ന് അതിൻ്റെ പ്രോസസ്സുകൾ സ്പീഡപ്പ് ചെയ്യാം. അപ്പോൾ AMVI അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 26/2026. അപ്പോൾ ഈ ഒരു എക്സാം നേടിയെടുക്കാനുള്ള വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ തുടങ്ങിയിരിക്കുന്നുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇനിയും തുടങ്ങാത്ത ആളുകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ലഭിക്കാവുന്ന എപ്പോഴും ലഭിക്കുന്ന ഓപ്പർച്യൂണിറ്റി അല്ല, എന്നാൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം. മെക്കാനിക്കൽ ഡിപ്ലോമ ഓർ BTech കഴിഞ്ഞവരുടെ ഒരു ഡ്രീം പോസ്റ്റ് തന്നെയാണ് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു യൂണിഫോം പോസ്റ്റ് കൂടിയായിട്ടുള്ള അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് ഇനിയും അപ്ലൈ ചെയ്യാൻ ബാക്കിയുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാം. ഇനി ഇതുമായി നമ്മൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പല തരത്തിലുള്ള ന്യൂസുകൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടില്ലേ. നമ്മളെപ്പോഴും സോഷ്യൽ മീഡിയയിൽ നമ്മൾ മുഴുകിയിരിക്കുന്ന സമയത്ത് പലപ്പോഴും പല ന്യൂസുകൾ കാണുന്ന സമയത്ത് നമ്മൾ ഡീമോട്ടിവേറ്റഡ് ആവാറുണ്ട്. സോ അത്തരത്തിലുള്ള ഒരു ന്യൂസാണ് ഇത്തവണ വന്നിരിക്കുന്നത്. കുറച്ച് പേരൊക്കെ നിരാശപ്പെട്ടിരിക്കുകയാണ്. അതായത് നിയമനം നിലച്ചു, AMVI ഒഴിവുകൾ തസ്തിക മാറ്റത്തിലൂടെ നികത്താൻ നീക്കം. പഠിക്കാൻ ഒത്തിരിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി ഇത് കാണുന്ന സമയത്ത് തന്നെ ആളുടെ പകുതി ശ്വാസം പോലെ. ആക്ച്വലി ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഒരു ശ്രമം അവിടെ നടക്കുന്നുണ്ട് എങ്കിലും വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം അവിടെ നടക്കുന്നുണ്ട് എന്നത് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അതായത് മിനിസ്റ്റീരിയൽ സ്റ്റാഫിനെ, അതായത് അവിടെയുള്ള മിനിസ്റ്റീരിയൽ സ്റ്റാഫിനെ തന്നെ തസ്തിക മാറ്റം വഴി AMVI ആക്കി മാറ്റാനുള്ള പ്രോസസ്സ് അത് നടക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതൊരിക്കലും നടക്കാൻ സാധ്യതയില്ല. കാരണം അവിടെ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള BTech അതേപോലെ തന്നെ ഡിപ്ലോമ ക്വാളിഫിക്കേഷനുള്ള മെക്കാനിക്കൽ അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറി ഓട്ടോമൊബൈൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അത്തരം തസ്തിക മാറ്റങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല. അങ്ങനെയുള്ള ശ്രമങ്ങൾ നടന്നു എന്നുള്ളത് മാത്രമാണ് എന്ന രീതിയിൽ നിങ്ങൾ കണ്ടാൽ മതി. അതൊന്നും നിങ്ങളെ ഡിമോട്ടിവേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. അതേപോലെ തന്നെ പുതിയ വിജ്ഞാപനത്തിന് ജൂലൈ 1 വരെ അപേക്ഷിക്കാം. ഇതാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോയുടെ ഒരു പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഇനിയും അപ്ലൈ ചെയ്യാൻ മറന്നുപോയിട്ടുള്ള ആളുകളുണ്ടാവും. അതായത് നിങ്ങൾക്ക് ഇതിൻ്റെ നിർദ്ദിഷ്ട ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ടാവും. നിങ്ങൾ BTech ഡിപ്ലോമ മെക്കാനിക്കൽ ഓട്ടോമൊബൈൽ കഴിഞ്ഞിട്ടുണ്ടാവും. ഹെവി ഡ്രൈവിംഗ് ലൈസൻസും മറ്റു ക്വാളിഫിക്കേഷനും ഒക്കെ മീറ്റ് ചെയ്തിട്ടുള്ള ആളുകളായിരിക്കും. എന്നാൽ ലാസ്റ്റിലേക്ക് മാറ്റി വെക്കുന്ന ആളുകളുണ്ട്. അപ്ലിക്കേഷൻ ലാസ്റ്റിലേക്ക് മാറ്റി വെക്കുന്ന അത്തരം ആളുകളോട് പ്രത്യേകമായി പറയുകയാണ്, ലാസ്റ്റിലേക്ക് മാറ്റി വെക്കരുത്. എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യുക തന്നെ ചെയ്യുക. ഇനി അത് കൂടാതെ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത് ഈ എക്സാം എന്നല്ല, ഏതൊരു കേരള PSC എക്സാം ആണെങ്കിലും അതിൻ്റെ ആ ഒരു നേടിയെടുക്കുന്ന പ്രോസസ്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാണ് വിജയം കൈവരിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ തയ്യാറാണെങ്കിൽ വലിയ വിജയങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ നമ്മുടെ റിസൾട്ട് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. 150-ലധികം ഉദ്യോഗാർത്ഥികളാണ് ഇന്ന് എൻട്രിയുടെ ഈ ഒരു റിസൾട്ട് പാനലിൽ വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇവരെല്ലാവരും പോസ്റ്റിങ്ങിലേക്ക് വന്നിട്ടില്ലെങ്കിൽ പോലും ഈ 120 പേര് മെയിൻ റാങ്ക് ലിസ്റ്റിൽ തന്നെ 150 പേര് നമ്മുടെ എൻട്രിയുടെ ഉദ്യോഗാർത്ഥികളാണ് എന്ന് പറയുന്നത് അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണ്. എന്തുകൊണ്ട് ഇത്രയധികം ഉദ്യോഗാർത്ഥികളെ ഈ ഒരു ലിസ്റ്റിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രിപ്പറേഷനും അതേപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരുടെ ക്ലാസ്സുകളുമാണ് AMVI കോഴ്സിനായി നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. സോ എൻട്രിയുടെ AMVI ബാച്ചസിലേക്കുള്ള അഡ്മിഷൻ തുടരുകയാണ്. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഇനി അപ്ലൈ ചെയ്യാത്ത ആളുകളാണെങ്കിൽ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യണം. ജൂലൈ 1 ലാസ്റ്റ് ഡേറ്റ്. അതിലേക്ക് നിങ്ങൾ മാറ്റി വെക്കരുത്. നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്, നിങ്ങളുടെ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് ആ ഡേറ്റിന് മുന്നേ ആയിട്ട് തന്നെ അപ്ലൈ ചെയ്തുകൊണ്ട് പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു യൂണിഫോം പോസ്റ്റാണ്. ഇവിടെ ഫിസിക്കൽ ടെസ്റ്റോ അങ്ങനെ അത്തരം ടെസ്റ്റുകളൊന്നും വരുന്നില്ല. കൃത്യമായിട്ടുള്ള പ്ലാനിങ് കൂടി പഠിക്കുകയാണെങ്കിൽ 2026 സർക്കാർ ജോലി നിങ്ങൾക്ക് സ്വന്തമാക്കാം. എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിൻ്റെ എക്സാം ഡേറ്റ് എപ്പോഴായിരിക്കും എന്നുള്ളത്. ഇപ്പോഴത്തെ കേരള PSCയുടെ ട്രെൻഡും മുൻ വർഷത്തെയും അനാലിസിസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 6 മാസത്തിനകം എക്സാം കണ്ടക്ട് ചെയ്യുന്ന രീതിയാണ് കേരള PSC ഇപ്പോൾ അവലംബിച്ചുകൊണ്ടിരിക്കുന്നത്.
അതിന് മുന്നേ അതായത് കേരള PSC സംബന്ധിച്ചിടത്തോളം എമർജൻസി റിക്രൂട്ട്മെന്റ് ഉണ്ടെങ്കിൽ, അതായത് പെട്ടെന്ന് തന്നെ ആവശ്യമുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ എക്സാം കണ്ടക്ട് ചെയ്യും. അതായത് 6 മാസത്തിന് മുന്നേ പോലും ഈ എക്സാം കണ്ടക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക. എൻട്രിയോടൊപ്പം പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ എൻട്രിയിൽ ജോയിൻ ചെയ്തുകൊണ്ട് എൻ്റെ ഏറ്റവും പുതിയ AMBA ബാച്ചസിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. AMBA ബാച്ചസിൽ ജോയിൻ ചെയ്യാനും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയും താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.